ഇന്നലെ ഒരുപാട് നാൾക്ക് ശേഷം ഈ നോട്രഡാമസ് എന്ന് പറഞ്ഞ കത്തീഡ്രൽ ഫ്രാൻസിൽ അത് റിനോവേഷൻ കഴിഞ്ഞിട്ട് അതിന്റെ ഒരു ഉദ്ഘാടനം, പണ്ട് അതിന് തീയൊക്കെ ഫയർ ആക്സിഡന്റ് ഒക്കെ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ അതിനൊക്കെ ശേഷം ഇപ്പൊ അത് റിനോവേറ്റ് ചെയ്ത് ഇപ്പൊ അത് റീ ഓപ്പണിങ്ങിന് വേണ്ടി സെലിബ്രേഷൻ എടുക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് മാക്രോൺ തന്ത്രപരമായി തന്നെ ട്രംപിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ട്രംപ് അവിടെ ഇന്നലെ എത്തിയിട്ടുണ്ടായിരുന്നു. ട്രംപ് എത്തുന്നതിനോടൊപ്പം തന്നെ ഒരു പ്രീ കൺസെന്റ് മേടിച്ചിട്ട് സെലൻസ്കിയും അവിടെ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ സെലൻസ്കിയും ട്രംപ് മാക്രോൺ തമ്മിൽ അവിടെ ഒരു കൂടിക്കാഴ്ച ഏതാണ്ട് 45 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു കൂടിക്കാഴ്ച അവിടെ നടത്തുകയുണ്ടായി. അതിൽ ചില നിർണായകമായ തീരുമാനങ്ങൾ വന്നിട്ടുണ്ട്. ട്രംപ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, ഞാൻ ഇനി 6 ആഴ്ച എടുക്കും പൊസിഷനിൽ വന്നിരിക്കാൻ, അതിനുശേഷം മാത്രമേ എന്തെങ്കിലും ഡിപ്ലോമാറ്റിക് മൂവ് യുഎസിന്റെ ഭാഗത്ത് നിന്ന് ഡിപ്ലോമാറ്റിക് മൂവ് ഉണ്ടാവുകയുള്ളൂ. പക്ഷെ എന്റെ ഒരു പേഴ്സണൽ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് ഞാൻ പുടിനെ വിളിച്ച് സംസാരിക്കാം, അത്ര ഇന്റൻസിഫൈഡ് ആയിട്ട് കൊണ്ടുപോകാണ്ട് കുറച്ച് സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ ഒരു പക്ഷേ ആ ഒരു പേഴ്സണൽ കണക്ഷൻ, ട്രംപിന് പുടിനുമായിട്ടുള്ള ആ ഒരു പേഴ്സണൽ കണക്ഷൻ വെച്ചിട്ട് ഈ ഒരു റിക്വസ്റ്റ് പുടിൻ ഏത് രീതിയിൽ എടുക്കും നമുക്ക് അറിയത്തില്ല. പുടിനെ സംബന്ധിച്ചിടത്തോളം പുടിൻ പേഴ്സണൽ വേറെ ആയിട്ടും ബിസിനസ് ആയിട്ടും കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് എത്രമാത്രം പുടിൻ ഉൾക്കൊള്ളും നമുക്കറിയത്തില്ല. പക്ഷെ മാക്സിമം പുടിൻ ഈ ഒരു ഉക്രൈന്റെ സ്ഥലം കയ്യേറാൻ തന്നെയാണ് സാധ്യത. പക്ഷെ എന്നാലും കാഷ്വാലിറ്റീസ് ഒഴിവാക്കിക്കൊണ്ട് എത്രമാത്രം കയ്യേറാൻ പറ്റുമോ അത്രത്തോളം കയ്യേറുക എന്നുള്ളതായിരിക്കും ട്രംപിന്റെ ഒരു റിക്വസ്റ്റ് ആയിരിക്കും. അത് കഴിഞ്ഞാൽ ട്രംപ് ഓൾറെഡി തന്നെ ആൾക്കാരെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. കെയ്റ്റ് കെല്ലോക്സ് എന്ന് പറഞ്ഞ ഒരു സെക്രട്ടറിയെ കൃത്യമായിട്ട് ട്രംപ് ഉക്രൈനും റഷ്യയ്ക്കും ഇടയിൽ മീഡിയേഷന് വേണ്ടി ഏർപ്പാടാക്കിയിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ ആഴ്ച, അതായത് ഈ ആഴ്ച ഫസ്റ്റ് വീക്കിൽ തന്നെ ഈ ആൻഡ്രി യാമോക്ക് എന്ന് പറഞ്ഞ ഉക്രൈന്റെ ചീഫ് ഓഫ് സ്റ്റാഫ്, നമ്മുടെ സെലൻസ്കിയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് USA വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വാഷിംഗ്ടണിൽ പുള്ളി ഈ ഒരു കെയ്റ്റ് കെല്ലോക്സിനെ കണ്ട് സംസാരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ NSA നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായിട്ട് വരാൻ പോകുന്ന ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷനിലുള്ള മൈക്ക് വാട്സിനെയും കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടുപേരെയും കണ്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഒരു തരത്തിലും ഈ ഒരു മീറ്റിംഗ്, അതായത് ഈ ഒരു ഫ്രാൻസിലെ മീറ്റിംഗ്, ഇതൊക്കെ കഴിഞ്ഞ ആഴ്ച സംഭവിച്ച സംഭവങ്ങളാണ്. അപ്പൊ അതിനെ തുടർന്നാണ് ഈ ഒരു ഫ്രാൻസിലെ മീറ്റിംഗ് ഉരുത്തിരിഞ്ഞ് വന്നത്, അതിന്റെ ഡെവലപ്മെന്റ്സ് കഴിഞ്ഞിട്ട്. അപ്പൊ ഓൾറെഡി തന്നെ ഉക്രൈന്റെ ഭാഗത്ത് നിന്ന് റെപ്രസെന്റേറ്റീവിനെ അയച്ച് വാഷിംഗ്ടണിൽ മീറ്റിംഗ് നടത്തിയതിന്റെ ഒരു പരിണിത ഫലമായിട്ടാണ് ഈ ഫ്രാൻസിൽ വെച്ചിട്ട് ഈ ഒരു മീറ്റിംഗ് ട്രംപിനെ കാണാൻ സെലൻസ്കിക്ക് ഒരു സാഹചര്യം ഒരുങ്ങിയത്. അപ്പൊ എന്തായാലും ആദ്യമേ ട്രംപ് ഇതിനെ സമ്മതിച്ചില്ല. പിന്നീടാണ് ഈ ഒരു മീറ്റിംഗ് US നടന്നതിന് ശേഷമാണ് ശരി എന്നാ പിന്നെ നോക്കാം എന്നുള്ള രീതിയിൽ ഒരു അപ്പോയിന്റ്മെന്റ് കൊടുത്തത്. ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് സെലൻസ്കി വെളിയിൽ വന്ന് പറഞ്ഞത് വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു, വളരെ യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ എല്ലാവരുടെയും ആഗ്രഹം ഈ വാർ അവസാനിപ്പിക്കണം എന്ന് തന്നെയാണ്. വേറെ ആർക്കും ഒരു ആഗ്രഹവും ഇല്ല. സെലൻസ്കിയുടെ അതിയായ ആഗ്രഹമാണ്. ഇത് എന്തിനാണ് ഇറങ്ങി പുറപ്പെട്ടത്, എന്തെങ്കിലും ഒന്ന് നേടാൻ പറ്റിയോ എന്നാണ് സെലൻസ്കിയോട് തന്നെ സെലൻസ്കി ചോദിക്കേണ്ടത്. അപ്പൊ ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ എന്തായാലും 6 ആഴ്ച എങ്ങനെയും പിടിച്ചു നിൽക്കണം. ഇതിന് പുറമെ പെട്ടെന്ന് തന്നെ ബൈഡൻ അവിടെ നിന്ന് $1 ബില്യൺ ഈ വാർ എയ്ഡ് ആയിട്ട് യുക്രൈന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് പുള്ളി ഇറങ്ങി പോകുന്നതിന് മുമ്പ് എന്തെല്ലാം ഉക്രൈന് കൊടുക്കാൻ പറ്റുമോ ആ രീതിയിൽ കൊടുത്തിട്ട് പോകാമെന്നുള്ള രീതിയിലാണ് ഒരു ബില്ലങ്ങ് പാസ്സാക്കി വിട്ടിരിക്കുന്നത്. $1 ബില്യൺ അതെങ്കിലും മേടിച്ച് ഇനി ബാക്കിയുള്ള കാര്യങ്ങളെങ്കിലും ചെയ്യട്ടെ. ഇനിയെങ്കിലും വാർ അവസാനിപ്പിച്ചിട്ട് ആ $1 ബില്യൺ മേടിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു റിപ്പയർ വർക്ക് അവിടെ ചെയ്യട്ടെ. അല്ലെങ്കിൽ ആ രാജ്യം തന്നെ മുടിഞ്ഞ് കുട്ടിച്ചോറായി പോകുന്ന അവസ്ഥയിലാണ് കിടക്കുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.